സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല. എനിക്കാ മരിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. എനിക്കാ മരിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ ആരാധ്യനേ, 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 യേശുവേ ആരാധ്യനേ. അമ്പത്താറാം സങ്കീർത്തനം 8-ാം തിരുവചനം. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. മനുഷ്യർ സാധാരണയായി ശേഖരിക്കുക പണവും സ്വർണവും വെള്ളിയും വിലപിടിപ്പുള്ള വസ്തുക്കളുമാണ്. എന്നാൽ സഹോദര സഹോദരി, നമ്മുടെ ദൈവം ശേഖരിക്കുക നമ്മൾ പൊഴിക്കുന്ന കണ്ണുനീർ തുള്ളികളാണ്. എൻ്റെ കണ്ണീർ കണങ്ങളെ ശേഖരിച്ചു വയ്ക്കുന്ന ദൈവം, എൻ്റെ അലച്ചിലുകളെ എണ്ണുന്ന ദൈവം, എൻ്റെ പരിദേവനങ്ങളെ, എൻ്റെ നിലവിളികളെ സസൂക്ഷ്മം ശ്രവിക്കുന്ന ഒരു ദൈവം. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 6-ാം വചനം പറയുന്നു, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. എൻ്റെ നിലവിളി കേട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് എന്നെ രക്ഷിക്കുന്ന എൻ്റെ ദൈവം. മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് നിരാശയുടെ വേദനയാണ്. ദൈവം പോലും എന്നെ കൈവിട്ടു,
ദൈവത്തിന് പോലും എൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല എന്നൊരാത്മാവ് വിചാരിക്കുന്നിടത്താണ് നിരാശ ജന്മമെടുക്കുന്നത്. ഈ അനുഭവത്തിലൂടെ കടന്നുപോയവനാണ് യേശുനാഥൻ. കുരിശിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? പുത്രന്റെ ഹൃദയഭേദകമായ പ്രാർത്ഥനയായിരുന്നു. മനുഷ്യൻ കടന്നു പോകേണ്ടി വരുന്ന എല്ലാ നൊമ്പരങ്ങളും വേദനകളും അതിൻ്റെ പാരമ്യത്തിൽ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ അനുഭവിക്കുകയാണ്. നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ ആരാധനയിൽ നാം സ്വീകരിക്കേണ്ടി വന്ന എല്ലാ ഉപേക്ഷയുടെ അനുഭവങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുത്ത് നാം പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ ഈശോയിൽ നമുക്ക് ഉറപ്പിക്കാം. ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് നാം ചിന്തിച്ച നിമിഷങ്ങൾ, സഹായിക്കുമെന്ന് നാം വിശ്വസിച്ചിരുന്നവർ കൈ കഴുകി നമ്മളെ ഒഴിവാക്കിയ നിമിഷങ്ങൾ, സഹായിക്കാൻ കടമയും സഹായിക്കാൻ വസ്തുവകകളും ഉണ്ടായിരുന്നിട്ടും ബോധപൂർവം നമുക്ക് മുൻപിൽ വാതിലടച്ചു കളഞ്ഞവരുടെ മുഖങ്ങൾ, ഉപേക്ഷയുടെ നൊമ്പരം, കയ്പുനീര് ആവോളം കുടിച്ചതിൻ്റെ ഓർമ്മകൾ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് ഈ സമയം നമുക്ക് കൊടുക്കാം. കുരിശിൽ കിടന്നുകൊണ്ട് അതിൻ്റെ വേദനയെ അനുഭവിച്ച ഈശോ നമ്മുടെ മുറിവേറ്റ അനുഭവങ്ങളെ ഈ സമയം സുഖപ്പെടുത്തട്ടെ. അവൻ്റെ ശക്തി നമ്മുടെ കൈപ്പേറിയ അനുഭവങ്ങളിലേക്ക് ഈ സമയം കടന്നു വരട്ടെ. ദിവികാരുണ്യനാഥനെ നോക്കി ഹൃദയത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളും വേദനകളും ഒറ്റപ്പെടലും ഏകാന്തതയും അനാഥത്വവും ആരും സഹായിക്കാനില്ല എന്ന ചിന്തയും അനാഥയാണ് എന്ന കണ്ണുനീരിൻ്റെ ഓർമ്മയും കർത്താവിനെ കൊടുത്ത് ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കട്ടെ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്ത് വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്ത് വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 45 മുതലുള്ള തിരുവചനങ്ങൾ. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. ഏകദേശം 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലി ഏലി ലാമാ സബക്താനി, അതായത് എൻ്റെ
എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? പിതാവിൻ്റെ സാന്നിധ്യം തൻ്റെ ജീവിതത്തിൽ ലഭിക്കാതെ വന്നപ്പോൾ പുത്രൻ്റെ നിലവിളിയാണ് എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന പ്രാർത്ഥനയായി സ്വർഗത്തിലേക്ക് ഉയരുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടമെന്ന് പറയുന്നത് ദൈവത്താൽ പോലും ഉപേക്ഷിക്കപ്പെട്ടു എന്ന് തോന്നുന്ന ചില നിമിഷങ്ങളാണ്. ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ, ഒരുപാട് നൊവേനകൾ ചൊല്ലിയിട്ട് ഫലം കാണാതെ വരുമ്പോൾ, ഒരുപാട് ധ്യാനം കൂടി കൗൺസിലിങ്ങുകൾ നടത്തി എന്നിട്ടും ഞാൻ കടന്നു പോകുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയാതെ വരുമ്പോൾ, ഇനി എന്ത് എന്ന ചോദ്യത്താൽ വിഷമിക്കുമ്പോൾ, സഹോദര സഹോദരി, കുരിശിൽ കിടന്ന് ഇതേ വേദന അനുഭവിച്ച ഈശോയുടെ പ്രാർത്ഥന നമുക്ക് ബലം തരും. പഴയ നിയമത്തിൽ നാം കണ്ടുമുട്ടുന്ന ഒരു ദൈവമുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ കാർമൽ മലയിൽ പ്രവാചകനായ ഏലിയ ബാലിന്റെ പുരോഹിതരെ വെല്ലുവിളിച്ചുകൊണ്ട് ബലിപീഠമൊരുക്കി ബലിവസ്തു തയ്യാറാക്കി സ്വർഗത്തിലേക്ക് കരമുയർത്തി യഹോവയായ എൻ്റെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അഗ്നി ഇറക്കിക്കൊണ്ട് ഉത്തരം ഉടനടി നൽകുന്ന ഒരു ദൈവം. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ നിന്ന് കാനാൻ നാട്ടിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന മോശ ചെങ്കടലിൻ്റെ മുൻപിലെത്തുമ്പോൾ കരമുയർത്തി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന വടി ചെങ്കടലിന് നേരെ നീട്ടുമ്പോൾ ചെങ്കടൽ 2ആയി വിഭജിച്ചുകൊണ്ട് മോശയുടെ പ്രാർത്ഥനയ്ക്ക് കൂടെ നിന്നുത്തരം തരുന്ന ഒരു ദൈവം. പ്രാർത്ഥനയ്ക്ക് ഉടനടി ഉത്തരം തരുന്ന ഒരു ദൈവത്തെ തേടുവാനും സ്നേഹിക്കുവാനും അനുഗമിക്കുവാനും എളുപ്പമാണ്. എന്നാൽ ഉത്തരം തരാത്ത ദൈവവും എൻ്റെ ദൈവം തന്നെയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ദൈവവുമായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധം ആഴപ്പെടുന്നു. എന്തിനാണ് ദൈവം ഉപേക്ഷയുടെ അനുഭവങ്ങൾ മർത്യജീവിതത്തിൽ അനുവദിക്കുന്നത്? എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു, എല്ലാവരും എന്നെ കൈവിട്ടു, ഞാൻ ഏകനാണ് എന്ന അനുഭവങ്ങൾ എന്തിനാണ് സഹോദര സഹോദരി ദൈവം അനുവദിക്കുന്നത്? ഒന്നാമതായി, ഉപേക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നത് നാം ദൈവത്തെ തേടുവാൻ വേണ്ടിയാണ്. മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് മനുഷ്യന്റെ നിസ്സാരത നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ദൈവത്തെ തേടുവാൻ തുടങ്ങുന്നത്. ജീവിതത്തിൽ ഏറെ വിശ്വസിച്ചവരിൽ നിന്ന്, ഏറെ സ്നേഹിച്ചവരിൽ നിന്ന്, ഏറെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവരിൽ നിന്ന് മുറിവേറ്റൊരു വ്യക്തിയാണ് നീ എങ്കിൽ തിരിച്ചറിയണം, ദൈവം ആ അനുഭവം നിനക്ക് തന്നത് ദൈവം ആരാണെന്ന് നീ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. രണ്ടാമതായി, ദൈവം ഉപേക്ഷയുടെ അനുഭവം നിനക്ക് തരുന്നത് ചില കാര്യങ്ങളുടെ മൂല്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. തിരുനാളിന് പോകുന്ന ഈശോയെ നഷ്ടപ്പെടുന്ന മറിയത്തെയും യൗസേപ്പിനെയും ബൈബിളിൽ നാം കാണുന്നുണ്ട്. തിരുനാൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഈശോ തങ്ങളോടൊപ്പം ഇല്ല എന്നറിയുന്ന അവർ എത്ര വേഗത്തിലാണ് യേശുവിന് വേണ്ടി അന്വേഷണം ആരംഭിക്കുന്നത്. ചിലത് കൈമോശം വരുമ്പോഴാണ് നഷ്ടപ്പെട്ടതിൻ്റെ മൂല്യം നാം തിരിച്ചറിയുന്നത്. മാതാപിതാക്കളുടെ വില മനസ്സിലാകുന്നത് പലപ്പോഴും അവരുടെ ശൂന്യതയിലാണ്, അവരുടെ ആബ്സെൻസിലാണ്. ദൈവം ചില വേളകളിൽ
ഉപേക്ഷയുടെ അനുഭവം തരുന്നത് നാം അതിൻ്റെ വില മനസ്സിലാക്കാനാണ്. നഷ്ടപ്പെട്ട് കഴിയുന്നത് വരെ നാം പലതിൻ്റെയും മൂല്യം തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം. മൂന്നാമതായി, ദൈവം ഉപേക്ഷയുടെ അനുഭവം നമുക്ക് തരുന്നത് കൂടുതൽ ശക്തമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടാൻ വേണ്ടിയാണ്. പിതാവ് പോലും ഈശോയെ കൈവിട്ടു എന്ന് കുരിശിൻ താഴെ നിന്നവർ ചിന്തിച്ചു. അവൻ ഏലിയായെ വിളിക്കുന്നു എന്ന് വരെ ചിലർ പരിഹസിച്ചു. എന്നാൽ അവരുടെ പ്രതീക്ഷകളെ ലംഘിച്ചുകൊണ്ട് മൂന്നാം നാൾ പിതാവ് മകനെ ഉയർപ്പിച്ചു. സഹോദര സഹോദരി, ദൈവം പോലും കൈവിട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ ഹൃദയത്തിൽ വിശ്വസിച്ചു കൊള്ളണം, ദൈവം നീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വിധത്തിൽ നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദിനങ്ങൾ വിദൂരത്തല്ല. സിംഹക്കുഴിയിൽ ദാനിയേൽ കിടന്നപ്പോൾ ഒരിക്കലും ദാനിയേൽ വിചാരിച്ചിരുന്നില്ല സിംഹങ്ങളുടെ വായ് ദൈവം അടയ്ക്കുമെന്ന്. പ്രവാചകൻ ഹബക്കുക്കിനെ ഭക്ഷണവുമായി പറഞ്ഞു വിടുമെന്ന്. കുറ്റാരോപിതയായി കൊലക്കളത്തിലേക്ക് സൂസന്ന നയിക്കപ്പെടുമ്പോൾ ഒരിക്കൽ പോലും അവൾ ചിന്തിച്ചിരുന്നില്ല ദാനിയേൽ എന്ന പരിശുദ്ധമായ ബാലന്റെ ആത്മാവിനെ ദൈവം തനിക്ക് വേണ്ടി ഉണർത്തുമെന്ന്. സഹോദര സഹോദരി, ദൈവം പോലും കൈവിട്ടു എന്ന് നീ ഹൃദയത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവം നീ ഒരിക്കലും വിചാരിക്കാത്ത വിധത്തിൽ നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പോവുകയാണ്. അതെ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉപേക്ഷയുടെ അനുഭവങ്ങളെ, എല്ലാവരാലും കൈവിട്ടു എന്ന് നാം കരുതുന്ന നിമിഷങ്ങളെ, ഏകയായി എന്ന് നാം കരുതുന്ന നിമിഷങ്ങളെ, ആരും സഹായിക്കാനില്ല എന്ന നമ്മുടെ തോന്നലിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഈ സമയം കൊടുക്കാം. രണ്ട് കരങ്ങളും നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. സങ്കീർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 14-ാം വചനം പറയുന്നു, അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും, അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്, അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു, അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. സങ്കീർത്തനം 34:18 ദൈവാത്മാവ് വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തും, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏകാന്തതയെ, ഒറ്റപ്പെടലിനെ, ആരും സഹായിക്കാനില്ല എന്ന നമ്മുടെ തോന്നലിനെ എല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് ഈ സമയം എൻ്റെ കുടുംബത്തെ രക്ഷിക്കും. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇടപെടും, എൻ്റെ കടബാധ്യതയിൽ ഇടപെടും, എൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടും, എൻ്റെ രോഗപീഠകളിൽ ഇടപെടും, എൻ്റെ ആസക്തികളിൽ ഇടപെടും. അവിടുത്തെ ശക്തി ഈ സമയം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. അതരവും ഹൃദയവും തുറന്ന് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. നിന്റെ ശക്തി വെളിപ്പെടട്ടെ പിതാവേ, നിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ പിതാവേ, നിന്റെ അഭിഷേകം ഇറങ്ങട്ടെ പിതാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിണമിറ്റു വീഴുമീ കുരിശിനു താഴെ നിൽക്കുകയാണു ഞാൻ നാഥാ. ഉറ്റവരില്ലാതെ ഉടയവരില്ലാതെ ഹൃദയം തകർന്നു ഞാൻ നാഥാ. നീറുമെൻ കടങ്ങളും നീളുമെൻ കടപ്പാടും നിൻ പദതാരിൽ ചേർത്തു വെപ്പോ. നീറുമെൻ കടങ്ങളും നീളുമെൻ കടപ്പാടും നിൻ പദതാരിൽ ചേർത്തു വെപ്പോ. മുറിവുകളേറ്റൊരൻ യേശുവേ, മുറിവുകളാൽ സൗഖ്യമേകിടും
ജീവിതത്തിൻ്റെ ഭാരം വർദ്ധിക്കുന്നത് ദൈവം കൂടെയില്ല എന്ന് നാം ചിന്തിക്കുമ്പോഴാണ്. കുരിശുമായി നടന്നു നീങ്ങുന്ന ഒരുവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നൊമ്പരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം കൈമോശം വരുന്നതാണ്. കർത്താവേ, കൃപയുടെ പരിത്യാഗത്തിൻ്റെ ഉപേക്ഷയുടെ ഈ നാളുകളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ചില വേളകളിൽ ഞങ്ങളുടെ ആത്മാവ് ശൂന്യത അനുഭവിക്കാറുണ്ട്. ദൈവം പോലും കൈവിട്ടു എന്ന് നിഷേധാത്മകമായി ചില വേളകളിൽ ചിന്തിക്കാറുണ്ട്. സതീർത്ഥ്യർ കൈവിട്ട അനുഭവങ്ങൾ ഞങ്ങളെ നൊമ്പരപ്പെടുത്താറുണ്ട്. എന്തിനു വേണ്ടി എന്ന ചോദ്യം ആത്മാവിൽ നിന്ന് ഉയർന്ന് പൊങ്ങാറുണ്ട്. അപ്പോഴെല്ലാം കുരിശിൽ കിടന്ന് പിടയുന്ന ഈശോയെ, അങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബലം, അങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശക്തി. ജീവിതത്തിൻ്റെ നീറുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾ കണ്ണുകൾ ഉയർത്തേണ്ടത് കുരിശിലേക്കാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നമ്മുടെ കണ്ണുകൾ നമുക്ക് ഉയർത്താം. ഉപേക്ഷയുടെ നൊമ്പരമേറ്റ ഈശോ നമ്മളെ ഈ സമയം ബലപ്പെടുത്തും. സങ്കീർത്തനം 17:8 അവിടുന്ന് പറയുന്നു, കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ, അങ്ങയുടെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ, അങ്ങയുടെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. 22-ാം സങ്കീർത്തനം 1-ാം വചനത്തിൽ ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്തുകൊണ്ട്? പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുമ്പോൾ അതവിടെ നിന്ന് ഉപേക്ഷിച്ചു എന്നതിൻ്റെ അടയാളമല്ല, മറിച്ച് അവൻ വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. ദൈവമേ, കുരിശിലേക്ക് നോക്കി ഞങ്ങളെ ബലപ്പെടുത്തണമേ. കുരിശിലേക്ക് നോക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ എല്ലാ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്ന നിമിഷങ്ങളായിട്ട് മാറട്ടെ. 2 കരങ്ങളും ഒരിക്കൽ കൂടി സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. കൈവിട്ട അനുഭവങ്ങള്, സുഹൃത്തുക്കളും ബന്ധുക്കളും കൂടപ്പിറപ്പുകളും ഉപേക്ഷിച്ച അനുഭവങ്ങള് എല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. അവയിലെല്ലാം കൃപയുടെ വാതിലുകൾ മറഞ്ഞിരിക്കുന്നുണ്ട്. അവയിലെല്ലാം കൃപയുടെ വഴികൾ മറഞ്ഞിരിക്കുന്നുണ്ട്. ഈ സമയം ദിവികാരുണ്യനാഥനിൽ നിന്ന് വലിയൊരു അഭിഷേക ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് സ്വർഗം ഒഴുക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. മാറോട് ചേർക്കുമേ മനക്ലേശം തീർക്കുമേ. മാറോട് ചേർക്കുമേ മനക്ലേശം തീർക്കുമേ. അമ്മ നൽകും സ്നേഹത്തേക്കാൾ എന്നെ യേശു സ്നേഹിക്കുന്നു. അമ്മ നൽകും സ്നേഹത്തേക്കാൾ എന്നെ യേശു സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
സാധിക്കുമെങ്കിൽ കരങ്ങൾ കൂപ്പി ആയിരിക്കുന്നിടങ്ങളിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ